നിങ്ങൾ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. മന്ത്രിയുടെ വസതിയിലെ CCTV അടക്കം ഇതിന് പരിശോധിക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നു അല്ലേ? ഇതൊരു വെല്ലുവിളിയല്ല. കാരണം ഞങ്ങളാണ് പരാതിക്കാർ. നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട ഒരു മന്ത്രിയെ കാണാൻ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടുന്നത്? അതും കൂടെ പറയണം. മന്ത്രി അതും കൂടെ പറയണം. എവിടെ ചെന്നാലാണ് മന്ത്രിയെ കാണാൻ പറ്റുന്നത്? ഒരു നിയമസഭ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ബോംബെയിലെ ഒരു ആശുപത്രിയിൽ ബീന ബേബി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുമ്പോൾ ആ വിവരം രാവിലെ 11 മണിക്ക് അറിയുമ്പോൾ ഞാൻ നേരിട്ട് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാറിനെ വിളിക്കുമ്പോൾ സാറ് പറഞ്ഞത് നേരെ നിയമസഭയിലേക്ക് വരും, ഞാൻ അവിടെയുണ്ട്. ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോൾ അവിടെ എഴുതി കുറിപ്പ് കൊടുത്തിരിക്കുന്നു, മിനി എന്ന് പറഞ്ഞ ഒരാൾ വരും, കയറ്റി വിടണം. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വീണ്ടും പറയുന്നു, മിനി എന്നൊരാൾ വന്നാൽ ഉടനെ അകത്തേക്ക് വിടണം. അങ്ങനെ കടമ്പകൾ ഏതാണ്ട് മിനിറ്റുകൾക്കുള്ളിൽ കടന്നകത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക മുറിയിൽ വിളിച്ചിരുത്തിയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ നിമിഷം എൻ്റെ മുന്നിലിരുന്നുകൊണ്ട് അദ്ദേഹം ബോംബെയിലേക്ക് ബന്ധപ്പെടുകയും ആശുപത്രിയിലേക്ക് കണക്ട് ചെയ്യുകയും ആ മരിച്ച പെൺകുട്ടിയുടെ മൃതദേഹം മറ്റ് നടപടിക്രമങ്ങളെല്ലാം വളരെ വേഗം പൂർത്തിയാക്കി ഇടുക്കിയിലേക്ക് കൊണ്ടുവരാനുള്ള നടപടി ഉണ്ടാക്കി. ഇതുപോലെ എത്രയോ സംഭവങ്ങൾ എനിക്ക് നേരിട്ട് പരിചയമുണ്ട്, ഞാൻ നേരിട്ട് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ട മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പരിചയമുള്ള ഒരാൾ, എനിക്ക് ഇത് വളരെ അത്ഭുതകരമായി തോന്നി. ഒരു വനിതാ മന്ത്രി വനിതകളെ കാണില്ല എന്ന് പറഞ്ഞാൽ അത് ആരും ആയിക്കൊണ്ട് പോട്ടെ, പക്ഷേ എന്താണെന്ന് ചോദിക്കാൻ ആ പാറാവുകാരനോടെങ്കിലും ഇവരാരാണ് എന്താണെന്നൊന്ന് അന്വേഷിക്കാമല്ലോ.